അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. ദിലീപ് ഘോഷ്, സുപ്രിയ ശ്രീനേത് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. മമതാ ബാനർജി അധിക്ഷേപിച്ച് പ്രസംഗിച്ചതിനാണ് ദിലീപ് ഘോഷിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. ശരത് കെ ശശി നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വടിയെടുത്തിരിക്കുകയാണ്, അച്ചടക്കത്തിന്റെ വടിയെടുത്തിരിക്കുകയാണ്. ഈ മമതാ ബാനർജിയെ അധിക്ഷേപിച്ചതിനാണ് ഒരു നേതാവിനെതിരെ ഈ കാരണം കാണിക്കൽ നോട്ടീസ്. ഈ സുപ്രിയയ്ക്ക് എന്തിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്? സുപ്രിയയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ മണ്ഡിയിലെ BJP സ്ഥാനാർത്ഥിയായ കങ്കണ റണൌട്ടിനെതിരെ വളരെ അധിക്ഷേപകരമായ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. 3 ദിവസം മുൻപായിരുന്നു മണ്ഡിയിൽ നിന്ന് ഈ കങ്കണ റണൌട്ട് BJP സ്ഥാനാർത്ഥിയാണെന്നുള്ള പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അത്തരമൊരു പോസ്റ്റ് സുപ്രിയ ശ്രീനേഥിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത്. വളരെ അധിക്ഷേപകരമായ ഒരു ചിത്രത്തോടു കൂടിയായിരുന്നു, ഒരു കമൻറ്റോടു കൂടിയായിരുന്നു അത്തരമൊരു പോസ്റ്റ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും കോൺഗ്രസ് നേതാവിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രിയ ശ്രീനേഥിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. BJPയുടെ പശ്ചിമ ബംഗാൾ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ദിലീപ് ഘോഷ്, അദ്ദേഹം നിലവിൽ സിറ്റിംഗ് MP ആണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രസംഗത്തിനിടയിൽ മമതാ ബാനർജിയുടെ കുടുംബ പശ്ചാത്തലത്തെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ദിലീപ് ഘോഷ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തിയത്. തീർത്തും അധിക്ഷേപകരമായ, അപകീർത്തികരമായ ഈ പ്രസംഗത്തിൽ BJP നേതൃത്വം തന്നെ ദിലീപ് ഘോഷിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്, ദിലീപ് ഘോഷിനെതിരെ ഇടപെട്ടിരിക്കുന്നത്. ദിലീപ് ഘോഷിനോടും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വൈകാതെ തന്നെ 2 നേതാക്കളും, കോൺഗ്രസ് BJP നേതാക്കളും കമ്മീഷന് മറുപടി നൽകേണ്ടിയും വരും. ഏതായാലും ഇവരുടെ മറുപടിക്ക് അനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടർ നടപടി. പ്രചരണങ്ങളിൽ നിന്നടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ ഈ 2 നേതാക്കളെയും വിലക്കാനടക്കം ഈ മറുപടിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുകയും ചെയ്യും. എന്തായാലും കോൺഗ്രസിന്റെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന നേതാവാണ് സുപ്രിയ ശ്രീനേത്. അതിൻ്റെ ഏകോപനം ഉൾപ്പെടെ വഹിക്കുന്ന ഒരു നേതാവാണ് സുപ്രിയ ശ്രീനേത്. സുപ്രിയ ശ്രീനേതിനെതിരെ കങ്കണ റണൌത്തിനെതിരായ പരാതിയിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം, ഒരു പ്രത്യാക്രമണം BJP ഒരുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ബംഗാളിൽ നിന്നുള്ള BJP മുൻ സംസ്ഥാന അധ്യക്ഷനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അച്ചടക്കത്തിന്റെ വാളെടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് കെ ശശി.